സുഹൃത്തുക്കളെ, തെറ്റ് സംഭവിച്ചാൽ പിന്നെ അത് തെറ്റ് തന്നെ പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ പെരുമ്പളം പാലത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ നമ്മുടെ പിണറായി ഗവൺമെൻറ് ചെയ്തു കൊടുത്തു. അതെല്ലാം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരതൊക്കെ ചെയ്തു കൊടുത്തതെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്തായാലും അവിടെയുള്ള ആൾക്കാരൊക്കെ പരമ്പരാഗത UDFകാരാണ്. അവർ UDFനെ വോട്ട് ചെയ്യുള്ളൂ. അവർ ഇപ്രാവശ്യം UDFനെ തന്നെയാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള CPMമാരെല്ലാവരും പറഞ്ഞു കിടക്കുകയാണ്, ഇത്രയധികം നല്ല സഹായങ്ങളൊക്കെ വയനാട് ചെയ്തിട്ടും ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു വയനാട്ടുകാർ. ഇതേപോലൊരു വർത്തമാനം പെരുമ്പളം പാലത്തിനെ കുറിച്ച് ഉണ്ടാവുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ചെയ്തിട്ടു. എന്താ വീഡിയോയിലുള്ളത്? പെരുമ്പളത്തുകാരും ഈ LDFനെ ചതിച്ചോ പറ്റിച്ചോ എന്നായിരുന്നു എൻ്റെ വീഡിയോ. സുഹൃത്തുക്കളെ, എനിക്ക് തെറ്റുപറ്റി. ആകെ ഒരു 12,000 മനുഷ്യന്മാർ മാത്രമാണ് ആ ഒരു പെരുമ്പളം ആ ഒരു ദ്വീപിലുള്ളത്. അവിടേക്കാണ് ഒരു 100 കോടി രൂപ മുടക്കിയിട്ടൊരു നീളമേറിയൊരു പാലം ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും പെരുമ്പളത്തുകാർ പ്രതികരിച്ചിട്ടുണ്ടാവുക? ഭയങ്കര സ്നേഹത്തോടെ പറയുന്നുണ്ട് പെരുമ്പളത്തുകാരെ, ഇനി ഞങ്ങളെ നേതാവ് പിണറായി തന്നെയാണ്, ഞങ്ങൾ ഇനി എല്ലാവരും LDFകാർ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞ പോലൊക്കെ തന്നെ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം എനിക്ക് കണക്ക് കിട്ടി. സത്യം പറയാലോ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അതായത് UDFനേക്കാൾ 1272 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ പാലം യാഥാർത്ഥ്യമാക്കി തന്നവർക്ക് വേണ്ടിയിട്ട് പെരുമ്പളത്തുകാർ കൊടുത്തിട്ടുണ്ടെന്നേ. അവർ സത്യസന്ധരാ. എനിക്കാ തെറ്റുപറ്റിയേ. അവർ ചെയ്തിട്ടുണ്ടാവില്ല, കാരണം UDF ആണല്ലോ ജയിച്ചേ. അവർ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, 10,000-ഓളം വോട്ടർമാരുണ്ട് അവിടെ. പക്ഷെ അവിടെ ആകെ 6,500 പേര് മാത്രമേ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതും വേറൊരു കാര്യം കേട്ടോ. വോട്ട് ചെയ്ത 6,500-ഓളം പേരുള്ള ആൾക്കാർ അവർ മാന്യമായിട്ട് അവർ വോട്ട് ആർക്കാണോ നൽകേണ്ടത് അവർക്ക് നൽകിയിട്ടുണ്ട്. നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ 10,000-ഓളം വോട്ടുള്ളവർ വെറും 6,500 പേര് മാത്രം വോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എത്ര വോട്ടാണ് കിടക്കുന്നത്? അത് ആർക്കുള്ള വോട്ടായിരുന്നു? എന്താ അവർ ചെയ്യാതിരുന്നത്?